സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സ്കൂൾ കലോത്സവത്തിൽ മൃദംഗം വായനയിൽ 1ാം സമ്മാനം നേടിയ ഒരു കുട്ടി. ബിരുദം കഴിഞ്ഞപ്പോൾ സിനിമയിൽ പാടുക എന്നതായി ലക്ഷ്യം. അവസരം തേടി മദ്രാസിലേക്ക് പുറപ്പെട്ടു. വ്യവസ്ഥാപിതമായ രീതിയിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഗാനങ്ങൾ ശ്രുതി തെറ്റാതെ പാടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു കൈമുതൽ. ഏതാനും ഗാനങ്ങൾ പാടാനായെങ്കിലും ഒന്നും പുറത്തു വന്നില്ല. എന്നാൽ 1966 പുറത്തിറങ്ങിയ എം കൃഷ്ണൻ നായരുടെ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ ദേവരാജൻ ഈണം നൽകിയ ഗാനങ്ങളിലൂടെ ആ ചെറുപ്പക്കാരൻ്റെ സ്വരമാധുരി മലയാളികളുടെ ഹൃദയം കവർന്നു. സംഗീത ചരിത്രത്തിലെ ഒരു യുഗപ്പിറവി അവിടെ സംഭവിക്കുകയായിരുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മലയാളിയുടെ സംഗീത മനസ്സിനെ ചുംബിച്ചുണർത്തിയ ആ പ്രതിഭയ്ക്ക് ആസ്വാദകർ മനസ്സിലൊരു വിളിപ്പേര് കുറിച്ചിട്ടു: ഭാവഗായകൻ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഹിന്ദുമുഖി രാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. അനുരാഗ ഗാനം പോലെ അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അലപോലെ ഒഴുകിക്കൊണ്ടിരുന്നു. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. വിവിധ ഭാഷകളിലായി ഏതു തലമുറയിൽപ്പെട്ട ആസ്വാദകനെയും സ്വാധീനിക്കാൻ പോന്ന ആയിരക്കണക്കിന് ഗാനങ്ങൾ ജയചന്ദ്രൻ സമ്മാനിച്ചു. ദേവരാഗമി മേലെ മേഘത്തേരിൽ റിംझിം ഝിം ഝിം പാടിവാ താഴിവാ. ദേവരാഗമി മേലെ മേഘത്തേരിൽ റിംझിം ഝിം ഝിം പാടിവാ താഴിവാ. സസ്നേഹത്തിൽ പി ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നത് മകൻ ദിനനാഥ് ജയചന്ദ്രൻ. പാട്ടുപാടുന്ന ജയചന്ദ്രനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ചൊക്കെ മലയാളികൾക്ക് അറിയാൻ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ വീട്ടിലുള്ള ജയചന്ദ്രനെ കുറിച്ച്, അച്ഛനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് കൗതുകം ഉണ്ടാകും. അതെന്തൊക്കെയാണ്? അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും ട്രാവലിംഗ് ആയിരുന്നു. അതുകൊണ്ട് വീട്ടിലിരിക്കുക, വീട്ടിൽ സംസാരിക്കുക, കുറെ ഹാസ്യങ്ങൾ പറയുക, പാട്ട് പാടുക, അങ്ങനെയൊക്കെയായിരുന്നു അച്ഛന് ഇഷ്ടം. വീട്ടില് പാട്ടെന്ന് പറയുമ്പോൾ അച്ഛന്റെ പാട്ടില്ല, മറ്റുള്ള പ്രമുഖരുടെ പാട്ട് പാടുകയാണ് അച്ഛന്റെ ഏറ്റവും ഇഷ്ടം. പഴയ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം. പിന്നെ പഴയ പടങ്ങൾ കാണുക, 60s early 70s ആ സമയത്തുള്ള മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, പഴയ പടങ്ങൾ ഞങ്ങളെ കാണിച്ചു തരിക. അങ്ങനെയാണ് അച്ഛന്റെ ഒരു രീതിയായിരുന്നു. വീട്ടിലുള്ള ഒരു സമയത്തൊക്കെ അച്ഛന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ നേരത്തെ എണീറ്റിട്ട് അച്ഛൻ കുറച്ച് ന്യൂസ് ഒക്കെ വായിച്ചിരുന്നു. പിന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ടാവും, അപ്പൊ പുറത്തു പോകും, റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ്, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നോർമൽ ലൈഫായിരുന്നു അച്ഛൻ്റെ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം, ശാസ്ത്രീയമായി പാട്ട് പഠിക്കാതെ തന്നെ ഇത്രയും ഗംഭീരമായ പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആലപിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. എങ്ങനെയാണ് അച്ഛൻ സംഗീതം അഭ്യസിച്ചത്? പിന്നെ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഫോർമലായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ അച്ഛന്റെ ജ്ഞാനം എന്ന് പറയുന്നത് കേൾവി ജ്ഞാനാണ്. കുട്ടിപ്രായത്തിൽ മുതൽക്കേ ചെറിയ ചെറിയ കർണാടക മ്യൂസിക് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഥകളി ആയിക്കോട്ടെ, അങ്ങനെ ഓരോരോ കൾച്ചറൽ റിലേറ്റഡ് കുറെ കാര്യങ്ങൾ അച്ഛനും അച്ഛന്റെ അനുജൻ കൂടെ അവര് സൈക്കിളിൽ പോയി ഓരോ സ്ഥലത്തും പോയി കാണാം. ഈയിടെയൊക്കെ അച്ഛൻ അനുജൻ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ. അപ്പൊ എപ്പോഴും അവർ പോയി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി കഥകളി, ചാക്യാർകൂത്ത് അങ്ങനെയൊക്കെ പോകുന്ന പോയി കാണുക, കുറെ ഉത്സവങ്ങൾ കാണാം, ശാസ്ത്രീയ സംഗീതം പാടുന്നവരെ പോയി കാണാം. അങ്ങനെയൊക്കെ കണ്ട് അങ്ങനെയാണ് അച്ഛൻ്റെ ആ ഒരു
കൾച്ചർ എടുത്തത് തന്നെ. കേൾവി ഞാനാണ് അച്ഛനെ. പിന്നെ കുറെ പാട്ടുകൾ കേൾക്കും, പെട്ടെന്ന് അത് ഉൾവാങ്ങി അത് തന്നെ പാടാൻ നോക്കും. അങ്ങനെയാണ് അച്ഛന് ആ ഒരു ശാസ്ത്രീയ സംഗീത എസൻസ് പുള്ളിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ പറയിച്ച പുള്ളി അഭ്യസിച്ചിട്ടില്ലെങ്കിലും പുള്ളിക്ക് കേൾവി ഞാനാണ് ഏറ്റവും മെയിൻ. അച്ഛൻ തന്നെ പറയാറുണ്ട്, സംഗീത ആസ്വാദകനായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത് നന്നായിട്ട് ഉൾക്കൊള്ളാനും പിന്നെ അത് പ്രകടിപ്പിക്കാനും പറ്റി പിൽക്കാലത്ത്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എന്നെക്കാൾ മികച്ച ഗായകർ ഒരുപക്ഷെ ഉണ്ടാകും, പക്ഷേ എന്നെക്കാളും നല്ലൊരു സംഗീത ആസ്വാദകൻ ഈ ലോകത്ത് വേറെ കാണില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിലൊരു സംഗീത ആസ്വാദകനെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ താങ്കൾ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഏത് തരം പാട്ടുകൾ കേൾക്കാനാണ്, അല്ലെങ്കിൽ ഏത് ഗായകരോടായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രിയം കൂടുതലുണ്ടായിരുന്നത്? എല്ലാവർക്കും അറിയാവുന്നത് പോലെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ എന്ന് പറയുന്നത് റഫി സാഹബാണ്. ഗായിക എന്ന് പറയുന്നത് പി സുശീലമ്മ. അപ്പോ അതിന് കാരണം എന്താ വെച്ചാൽ പുള്ളി അത്രയും പാട്ടുകൾ കേട്ട് അത്രയും അനലൈസ് ചെയ്തിട്ടാണ് പുള്ളി അത് പറയണത്. അച്ഛൻ എല്ലാവരുടെയും പാട്ട് കേൾക്കും, എല്ലാവരുടെയും പാട്ട് ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, എല്ലാ പാട്ടും കേൾക്കും. ഈ ന്യൂജൻ ടൈം എന്ന് പറയുന്ന ആ സമയത്ത് വരെ അച്ഛൻ പാട്ടുകൾ കേൾക്കും. അങ്ങനെയാണ് പുള്ളി എപ്പോഴും പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ പാട്ട് പാടാനും എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അച്ഛന്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ പാട്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട് നോക്കുക, എന്താ വെച്ചാൽ എല്ലാ സമയവും ഈ പാട്ട് എന്ന് പറയുന്നത് ചില പേർക്ക് അത് പറ്റാത്ത കാര്യമാണ്. ചില സമയങ്ങളുണ്ടാവും, അത് സമയത്ത് ആസ്വദിക്കും, അങ്ങനെയാണ്. പക്ഷെ അച്ഛൻ അങ്ങനെയായിരുന്നില്ല. 24/7 പാട്ട് മാത്രം ശ്വസിച്ചതുള്ള ആള്. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. 1972 പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ജയചന്ദ്രൻ തുടർന്ന് 1978 ബന്ധനം, 1999 നിറം, 2003 തിളക്കം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ ഇതേ പുരസ്കാരത്തിന് അർഹനായി. 2015 പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത് എന്നു നിന്റെ മൊയ്തീൻ, എന്നും എപ്പോഴും, ജിലേബി എന്നീ സിനിമകളിലൂടെയാണ്. മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ ഉണരുമ്പോൾ പിടയാതെ ചിറകാലേ. 1986 പുറത്തിറങ്ങിയ P.A. ബക്കറിന്റെ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിൽ ജി ദേവരാജൻ ഈണം നൽകിയ ശിവശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം ജയചന്ദ്രനെ രാജ്യത്തെ മികച്ച ഗായകനുള്ള അവാർഡിന് അർഹനാക്കി. ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരുമ്പൊരുളേ. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം 1997 നേടിയ ജയചന്ദ്രനെ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരളം നൽകുന്ന പരമോന്നത ബഹുമതിയായ ജെസി ഡാനിയൽ പുരസ്കാരം നൽകി 2020 ആദരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ താങ്കൾ റെക്കോർഡിങ്ങിനൊക്കെ പോകാറുണ്ടായിരുന്നോ? പോയിട്ടുണ്ട്, കുറെ റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ റെക്കോർഡിങ്ങിൽ പോകുമ്പോ അത് തന്നെ ട്രാക്ക് കിട്ടുമല്ലോ, ട്രാക്ക് കിട്ടുമ്പോ അത് പാടി നോക്കും, എന്താണ് ന്യൂവൻസസ് എന്ന് മനസ്സിലാക്കും, പിന്നെ അതിലെന്താണ് ഇടേണ്ടത്, അച്ഛന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, അത് ഇടേണ്ടത് അച്ഛൻ അത് തീരുമാനിക്കും, പിന്നെ പോയി റിഹേഴ്സൽ ചെയ്യും, ടേക്ക് ചെയ്യും, പെട്ടെന്ന് തീർക്കും. അങ്ങനെയാണ് അച്ഛന്റെ എപ്പോഴും. പിന്നെ ഒരു വട്ടം കേൾക്കും, അത് ഫുള്ളായിട്ട് കേട്ടിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് പുള്ളി അത് ഫൈനലൈസ്, അങ്ങനെയായിരുന്നു അത് അച്ഛന്റെ ഒരു രീതി. അദ്ദേഹത്തിന്റെ കൂടെ സംഗീതം ചെയ്തിട്ടുള്ള ആളുകളെല്ലാം പറയാറുള്ള ഒരു കാര്യം, ജയേട്ടന്റെ അടുത്ത് പാട്ടുകൾ പാടുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ ഒരു ചെറിയ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡിംഗ് സമയത്തുള്ള അച്ഛനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മൂഡ് പോലെ ഇരിക്കും, അങ്ങനെയല്ല. പുള്ളി അത് പറയുന്ന രീതിയൊന്നും ഉണ്ടല്ലോ, ചിലപ്പോ പറയുന്ന രീതിയും അനുസരിച്ചിരിക്കും. നന്നായി പറഞ്ഞു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് വേണ്ടതെന്ന് പറയാൻ വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. അല്ല, കുറച്ചും കൂടി വേഗമായിട്ട് പറയുമ്പോഴാണ് പുള്ളിക്ക് കുറച്ച് മനസ്സിലാകാത്തതും, അപ്പോഴാണ് പുള്ളിയുടെ ടച്ച് കൊടുക്കാൻ നോക്കും. അത് ചിലപ്പോ മ്യൂസിക് ഡയറക്ടറിന് ചിലപ്പോ അത് വല്ല ഇതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഇതുണ്ടാവും. പക്ഷെ അതൊക്കെ മൊമെന്ററി ആണ്. എൻഡ് റിസൾട്ട് എന്നുള്ളത് എപ്പോഴും അത് കേട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും,
ഇനിയും കുറച്ചുകൂടി നന്നായി വരുമ്പോ പിന്നെ എല്ലാവർക്കും അത് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതങ്ങനെയായിരുന്നു അച്ഛൻ്റെ രീതി. അച്ഛൻ്റെ കൂടെ പോയി കണ്ടിട്ടുള്ള റെക്കോർഡിങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർമ്മ പറയാനുണ്ടോ? ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റ് ആയിട്ട് പോയത് അച്ഛൻ്റെ കൂടെ പോയത് AR റഹ്മാന്റെ ബാബ എന്ന പടത്തിലൊരു സോങ് ആയിരുന്നു. AR റഹ്മാന്റെ രീതി എന്ന് പറയുന്നത് പുള്ളിയുടെ നൈറ്റിലല്ലേ. അപ്പോ നൈറ്റ് എന്ന് പറയുന്നത് അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം, എന്താ വെച്ചാൽ കിടന്നുറങ്ങുന്ന സമയം അച്ഛൻ പറയും. പക്ഷെ AR റഹ്മാൻ അവർ പറയുന്നത് എന്താ വെച്ചാൽ നൈറ്റിലാണ് എൻവയറമെന്റലി സൗണ്ട് ലോ ആയിരിക്കും. അതെ, സൈലൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പുള്ളി അത് ഇഷ്ടപ്പെടുന്നത്. എന്നാലും പോയി അച്ഛൻ പാടും. അപ്പൊ ഈ പാട്ട് കുറച്ചൊരു ഹൈ പിച്ച് സോങ് ആയിരുന്നു. അപ്പോ അത് അച്ഛൻ ക്ഷമയോടെ അത് പാടി അത് ഭരിപ്പിച്ച് അത് എത്തിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ രണ്ടുപേരുടെയും പേഷ്യൻസ് ആണ്. എന്താ വെച്ചാൽ റഹ്മാൻ എന്ന് പറഞ്ഞ പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ പുള്ളി പേഷ്യന്റ് ആയിട്ട് അത് ഇങ്ങനെ ചെയ്യൂ, കുറച്ച് അങ്ങനെ ചെയ്യൂ എന്നുള്ള പുള്ളി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് വെയിറ്റ് ചെയ്യും. ഫസ്റ്റൊക്കെ കുറച്ച് കിട്ടിയിട്ടായാലും പിന്നെ പുള്ളി മനസ്സിലായി, ഓക്കെ ഇതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി വരുമ്പോ ആ ഐക്യം വരുമ്പോഴാണ് ഒരു നല്ല പാട്ട് വരുന്നത്. അപ്പൊ അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ടേക്ക് ബൈ ടേക്ക് സ്ലോ ആയിട്ട് എടുത്ത് ബിറ്റ് ബൈ ബിറ്റ് എടുത്ത്, അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പൊ ആ ക്ഷമ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയാണ് ഗ്രേറ്റ് പീപ്പിൾ, അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് ആ ക്ഷമ എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു റെക്കോർഡിംഗ്. അത് ഞാൻ മറക്കില്ല. AR റഹ്മാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇളയരാജയ്ക്ക് വേണ്ടിയും ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ടല്ലോ തമിഴില്. അതെ കുറെ ഉണ്ട്. ഞാൻ പോയിട്ടുണ്ട്, 2-3 റെക്കോർഡിംഗ് പോയിട്ടുണ്ട്. പുള്ളിയുടെ ഡിഫറെന്റ് രീതിയാണ്. പുള്ളിയുടെ ഒക്കെ റെഡിയാണ്. പോവുക തന്നെ സ്കെയിൽ അത് ഇത് എല്ലാം ഓർക്കസ്ട്രേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പോവുക, ടക്ക് പോയി ടേക്ക് എടുത്തിട്ട് ഫൈനലൈസ് ചെയ്യും, എന്നിട്ട് വരും. അപ്പോ ഇളയരാജ സാറിന്റെ കാലത്തായിരുന്നു റെക്കോർഡിങ്സ് ഒക്കെ. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് പോകാറില്ല. ആൻഡ് പുള്ളിയുടെ പെട്ടെന്ന് കഴിയും. എന്നുവെച്ചാൽ എല്ലാം റെഡിയാണ്. പുള്ളിയുടെ എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ച് പാട്ടെടുക്കും, 2-3 ടേക്കിലെല്ലാം തീരും. അങ്ങനെയാണ് പുള്ളിയുടെ. പ്രഗത്ഭരായ സംഗീതജ്ഞർക്കു വേണ്ടി തമിഴിൽ 300ഓളം ഗാനങ്ങൾ ആലപിച്ച ജയചന്ദ്രൻ ഇന്നും ഹിറ്റ് ചാർട്ടിൽ മുൻപന്തിയിൽ തന്നെ. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது. ராசாத்தி ஒன்ன കാണാത നെഞ്ച് കാത്താടി പോരാടുത്. ആകാശവാണി കൊച്ചി നിലയത്തിനു വേണ്ടി ജയചന്ദ്രൻ നൽകിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം. നല്ലൊരു ചലച്ചിത്ര ആസ്വാദകനാണോ? പിന്നെ പിന്നെ ഞാൻ ഭാർഗവനിയിൽ എന്ന ചിത്രം 27 വർഷം കണ്ടതാണ്. ഇരിഞ്ഞാലക്കുട കോന്നി തിയേറ്റർ എന്ന് പറയും. ചെറുപ്പം സ്കൂൾ പഠിക്കുക, ദിവസം പോയി അവിടെ പോയിരിക്കും. അത്ര ഇതായിരുന്നു. താമസമെന്തെയും ഏകാന്തതയുടെ ഭാരതീയം, വസന്ത പഞ്ചമി നാളിൽ, ഇതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുക? പിക്ചറായിട്ട് എത്ര മാച്ച് ചെയ്തിരിക്കണം. അതായത് സ്ക്രിപ്റ്റും ഭാസ്കറിൻ്റെ സ്ക്രിപ്റ്റും ഭാസ്കർ മാഷ വരികളും സീക്വൻസും പിക്ചറൈസേഷനും. എനിക്ക് അങ്ങനത്തെയാണ് എനിക്കിഷ്ടം. അന്ന് റേഡിയോ മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഒരു പാട്ട് കേൾക്കാനുള്ളൊരു മാധ്യമം റേഡിയോ മാത്രമേ ഉള്ളൂ. ആ റേഡിയോ ഞാൻ പറയുന്നത് ഇപ്പോൾ ദൃശ്യമാധ്യമം ഇല്ലായിരുന്നെങ്കിൽ, കുറച്ചും കൂടി കേൾവി മാത്രം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗായകന്മാരും ഉണ്ടാവുമായിരുന്നു എന്നുള്ള അഭിപ്രായം. ആകാശവാണിക്കും ദൂരദർശനും വേണ്ടി ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളോളം തന്നെ പ്രസിദ്ധി നേടി. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഗായകൻ ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൻ ദിനനാഥ് ജയചന്ദ്രൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് തുടക്കകാലത്ത് മദ്രാസിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് മികച്ച അവസരങ്ങൾ കൊടുത്ത സംഗീത സംവിധായകരുണ്ട്, ഗാനരചയിതാക്കളും സംവിധായകരും എല്ലാം ഉണ്ട്. അദ്ദേഹം അതിലേറ്റവും കൂടുതൽ ഒരു ഗുരുസ്ഥാനീയൻ എന്ന രീതിയിൽ ഓർക്കാറുള്ളത് ആരെയായിരുന്നു? ഇപ്പോഴും അത് ദേവരാജ് മാസ്റ്റർ തന്നെയായിരുന്നു. പുള്ളി അത് മറക്കില്ല.
പുള്ളിയുടെ അവസാന കാലം വരെ അത് അച്ഛൻ മറന്നിട്ടില്ല. ദേവരാജ് മാസ്റ്ററെ പറ്റി എപ്പോഴും പറയും, എപ്പോഴും സ്മരിക്കും. ഭയങ്കര ബഹുമാനവും ഭക്തിയായിരുന്നു അച്ഛന് മാസ്റ്ററെ. അപ്പൊ ആ ഒരു ആദരവോടെയാണ് എപ്പോഴും അച്ഛൻ എടുത്തു പറയാ മാസ്റ്ററെ പറ്റി. അപ്പൊ എപ്പോഴും ഏറ്റവും അച്ഛന് ഗുരുസ്ഥാനിയായിട്ട് കരുതുന്നത് ദേവരാജ് മാസ്റ്റർ തന്നെയാണ്. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന മതതരമാമൊരു വേദന. സംഗീതം അല്ലാതെ ഏത് സമയവും വീട്ടിൽ സംഗീതമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമെന്ന് പറയുമ്പോഴും അതല്ലാത്ത ആർക്കും അറിയാത്തൊരു ജയചന്ദ്രനെ താങ്കൾ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും അല്ലാത്ത കാര്യങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാൾ. അച്ഛന് ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു, ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമായിരുന്നു. അച്ഛന്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ബിപിൻ റിച്ചർഡ്സ് ആയിരുന്നു. ഇപ്പൊ വീട്ടിൽ അച്ഛന് സമയമുണ്ടെന്ന് വെച്ചാൽ ഞങ്ങള് ഈവനിങ്സിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോൾ ഞാനും അച്ഛനും ക്രിക്കറ്റ് ഒക്കെ കളിക്കായിരുന്നു. അച്ഛൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ആക്ച്വലി നല്ല ബാറ്റിംഗ് ഒക്കെ ചെയ്യാൻ നല്ല അറിയാവുന്ന ആളാണ് അച്ഛൻ. സ്കൂൾ ടീമിലും കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു അച്ഛനാണ് എന്റെ അറിവ്. കാറുകൾ അച്ഛന് ഭയങ്കര, എസ്പെഷ്യലി ജർമ്മൻ കാർസ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. അത് പിന്നെ വാച്ചസ് അച്ഛന് കുറെ കളക്ഷൻസ് ഉണ്ട്. വെവ്വേറെ ബ്രാൻഡ്സ്, വെവ്വേറെ ഷേപ്സ് ആൻഡ് സ്റ്റൈൽസിലുള്ള കുറെ വാച്ചസ് അച്ഛന് ഇഷ്ടമാണ്. അത് ബ്രാൻഡഡ് മാത്രമല്ല, ഒന്നെങ്കിൽ അത് റെയർ ആയിരിക്കണം അച്ഛന്. റെയർ ആണെങ്കിൽ ഇനി കുറച്ചും കൂടി അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കുറെ വാച്ചസ് അച്ഛൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കളക്ഷൻ ആയിട്ടുണ്ട് അച്ഛന്. ഏതാണ്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ അദ്ദേഹം സ്വന്തം അപ്പിയറൻസിൽ കാര്യമായ ഒരു മാറ്റം വരുത്തിയിരുന്നല്ലോ. ഇപ്പോൾ മുണ്ട് ഷർട്ടൊക്കെ അണിഞ്ഞിരുന്ന അദ്ദേഹം ബാഗി പാൻസും ടീഷർട്ടും ജിം ബോഡിയും കൊമ്പൻ മീശയൊക്കെ ആയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഈ ഒരു മാറ്റത്തിലേക്ക് അദ്ദേഹം വരുന്നത് എങ്ങനെയാണ്? അച്ഛന് പണ്ട് മുതൽക്കേ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ചിലപ്പോ പ്രോഗ്രാംസിന് അച്ഛൻ അബ്രോഡ് പോകുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും ഓരോ ഷോപ്പിലും കയറി ഇറങ്ങും. അമ്മ പറയാറുണ്ട്, അച്ഛനാണ് ഉള്ളിൽ പോയി ഷോപ്പ് ചെയ്യുക, അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യും. യൂഷ്വലി ലേഡീസ് ആണ് ഷോപ്പിങ്ങിലും, ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്യില്ലല്ലേ. അതങ്ങനെയല്ല, അച്ഛനായിരുന്നു ഉള്ളിൽ പോയി ഷോപ്പിൽ. ആ ടെക്സ്ചർ ഒക്കെ ഫീൽ ചെയ്യും, മെറ്റീരിയൽ ഫീൽ ചെയ്യും. ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന്. ചെറുപ്പം മുതൽക്കേ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഒരിടയ്ക്ക് പിന്നെ അച്ഛനത് ലിമിറ്റ് ചെയ്ത് മുണ്ടും ഷർട്ടും അങ്ങനെയൊക്കെ ആക്കിയാലും പിന്നീട് പുള്ളി അത് റീഡിസ്കവർ ചെയ്തു ഞാൻ വേണമെങ്കിൽ പറയാം. അത് പെട്ടെന്ന് റീഡിസ്കവർ ചെയ്ത് പുള്ളി ആദ്യം അതിലേക്ക് താല്പര്യം കാണിക്കലും പിന്നെ ഡിഫറെന്റ് സ്റ്റൈൽസ് ചെക്ക് ചെയ്യലും ഒക്കെ അച്ഛൻ ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു. ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുള്ള ആളായിരുന്നോ? വളരെ വളരെ ശ്രദ്ധയുള്ള ഒരാളായിരുന്നു പുള്ളി. അച്ഛൻ നോൺ വെജ് കഴിച്ചിരുന്നില്ല, മദ്യപാനം കഴിച്ചിരുന്നില്ല. ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വളരെ വളരെ കുറച്ചായിരുന്നു. പക്ഷെ അതും നിർത്തി അച്ഛൻ. ഒരു 20-25 വർഷം മുമ്പ് നിർത്തി കഴിഞ്ഞു അതൊക്കെ. പിന്നെ ഐസ് കഴിക്കില്ല, കൂൾ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ. തൈര് കഴിച്ചിരുന്നു, പക്ഷെ തൈര് ഇഷ്ടമായിരുന്നു. പക്ഷെ അതും തണുപ്പല്ലാത്ത തൈരായിരുന്നു കഴിച്ചിരുന്നത് അച്ഛൻ. അച്ഛൻ വാക്കിംഗ് ചെയ്തിരുന്നു, എക്സസൈസ് ചെയ്തിരുന്നു, ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു അച്ഛൻ. അമ്മയെ കുറിച്ച് പറയാമോ? അമ്മ എന്ന് പറയുന്നത് അച്ഛന്റെ ഒരു വലിയ സപ്പോർട്ട് സ്ട്രക്ചർ ആയിരുന്നു. അച്ഛൻ പ്രോഗ്രാമിനും മ്യൂസിക് റെക്കോർഡിങ്ങിനും അങ്ങനെയൊക്കെ പോകുമ്പോ അമ്മയായിരുന്നു ഞങ്ങളെ നോക്കിയിരുന്നത്. അപ്പോ അമ്മയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അച്ഛനെ കുറച്ച് കഷ്ടപ്പെട്ടേനെ. എന്താ വെച്ചാൽ ഞങ്ങളെ വളർത്താനും കുടുംബം പുലർത്താനും അമ്മ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ കോൺട്രിബ്യൂഷൻസ് തീർച്ചയായും മറക്കാൻ പറ്റില്ല. ഞങ്ങളെ വളർത്തി വലുതാക്കിയത് അമ്മ തന്നെയാണ്. കുടുംബം, അതായത് കൂട്ടുരുമയോടെ കൊണ്ടുപോകുക എന്നുള്ളത് അമ്മയുടെ ഒരു വലിയൊരു ഇതായിരുന്നു. ഡെഫിനറ്റ്ലി അമ്മയുടെ ഒരു സപ്പോർട്ട് അച്ഛൻ എപ്പോഴും അച്ഛനത് പറയുകയും ചെയ്യും. നിങ്ങള് മക്കൾ എത്ര പേരാണ്? എനിക്കൊരു ചേച്ചിയുണ്ട്. ഞാനും ചേച്ചിയും തമ്മിൽ 4 വർഷമാണ് ഡിഫറൻസ്. പുള്ളിക്കാരി ആക്ച്വലി കുറച്ചുകൂടി ആർട്ട് ഓറിയന്റഡ് ആണ്. ചേച്ചി ഒരു കാലത്ത് ഡ്രസ് ഡിസൈനിങ് ചെയ്തിരുന്നു, ഫാഷൻ കോഴ്സസിന് പോയിരുന്നു. പിന്നീട് മ്യൂസിക്കിൽ താല്പര്യം വന്നപ്പോൾ മ്യൂസിക്കിലേക്ക് ഔട്ടായി. അപ്പൊ കീബോർഡ് പഠിച്ചിരുന്നു, പിന്നെ മ്യൂസിക് ഡയറക്ഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ചേച്ചിയുടെ ഒരു. താങ്കളുടെ പ്രൊഫഷൻ? ഞാൻ വർക്ക് ചെയ്യുന്നത് IT-യിലാണ്. പിന്നെ എന്റെ പാഷൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് മ്യൂസിക് തന്നെയാണ്. അപ്പോ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിൽ പോവും, പാട്ട് പാടും. ഫിലിംസിൽ പാടിയിട്ടുണ്ട്, പിന്നെ അതല്ലാണ്ട് ആൽബം സോങ്സ് പാടിയിട്ടുണ്ട് ഞാൻ. താങ്കൾ ഈ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും അച്ഛനോടൊപ്പം ആലപിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അച്ഛന്റെ സ്റ്റേജ് ഷെയർ ചെയ്ത് പാട്ട് പാടാനും അച്ഛന്റെ ഒപ്പം പാടാനും കോറസ് പാടാനും അങ്ങനെയൊക്കെ കുറെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? ഇപ്പോൾ മറ്റൊരാളുടെ കൂടെ പാടുന്നതും അച്ഛനോടൊപ്പം പാടുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? കൂടുതൽ റിലാക്സ്ഡ് ആവുകയാണോ ചെയ്യുന്നത്, അതോ കൂടുതൽ ടെൻഷനാണോ? കൂടുതൽ ടെൻഷനാണ്. എന്താ വെച്ചാൽ അച്ഛൻ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ നമ്മൾ പാടുന്നത് കേട്ട് നമുക്കത് ഇതിൽ ലെവലിൽ എത്തണമെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് വേണം മനസ്സിലാക്കി അവിടുന്ന് തുടങ്ങും ഒരു വിറയല്. അപ്പൊ അച്ഛനെ കൂടെ പാടുന്നത് നമ്മൾ എളുപ്പമുള്ള കാര്യമല്ല. അച്ഛനത് വേറെ തലത്തിലേക്ക് എടുത്തു പോകും അച്ഛൻ. അങ്ങനെയായിരുന്നു എപ്പോഴും.
ഒരു നാച്ചുറൽ ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ പുള്ളി തന്നെ വളർത്തിയെടുത്ത ഒരു ശൈലി, ന്യൂവാൻസസ്, എക്സ്പ്രഷൻസ് ഒക്കെ അച്ഛൻ്റെ, അത് ആർക്കും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ശൈലിയാണ്. അപ്പൊ നമ്മൾ ആ ലെവലിലേക്ക് പോകണ്ട, നമ്മൾ തന്ന പണി കറക്റ്റ് ആയിട്ട് ചെയ്ത് അത് ബലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. പക്ഷെ എപ്പോഴും അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഒരു വിറയലുണ്ടായിരുന്നു. അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. അച്ഛൻ പറയും ആസ്വദിച്ച് പാടും, അപ്പോഴേ നമുക്ക് അത് മറ്റു കാര്യങ്ങൾ മറക്കാൻ പറ്റുള്ളൂ. ടെൻഷൻ അതൊക്കെ മറക്കാനും ആസ്വദിച്ച് പാടിയാൽ മതി എന്ന് പറയാം. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ, കൂടെ ആടൂ ചോലമൈനേ, ഒന്നു പാടൂ നാട്ടുമൈനേ, കൂടെ ആടൂ ചോലമൈനേ. ഭാവഗായകൻ എന്ന് അറിയപ്പെടുന്ന ജയചന്ദ്രൻ, അദ്ദേഹം ഗാനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യേക ഒരു ഭാവം, അത് ആസ്വാദകനെ കൊണ്ടെത്തിക്കുന്ന ഒരു തലമുണ്ടല്ലോ. അപ്പോൾ ഒരു ആസ്വാദകൻ എന്ന രീതിയിൽ താങ്കൾ അച്ഛൻ്റെ പാട്ടുകളെ എങ്ങനെയാണ് കാണുന്നത്? അതായത് കുറെ നമ്മൾ അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കുമല്ലോ, കുറെ പാട്ടുകൾ കേൾക്കും. എല്ലാ വട്ടവും ഏതൊരു പാട്ടെടുത്താലും അതിലൊരു പെട്ടെന്നൊരു പുതിയ ന്യൂവൻസ് ഞാൻ കണ്ടെടുത്തിരുന്നു. ചിലപ്പോ ഒരു പാട്ട് 10 വട്ടം അല്ലെങ്കിൽ 20 വട്ടം കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പിന്നീട് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ടച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനൊരു ടച്ച് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴും ചേച്ചിയോട് പറയും, അച്ഛനോട്, ചിലപ്പോൾ അച്ഛനോട് തന്നെ പറയും, ഇങ്ങനെ ടച്ച് എങ്ങനെയാ അത് കൊടുത്തേന്നുള്ളത്. അപ്പൊ എല്ലാവട്ടം നോക്കുമ്പോൾ നമുക്ക് ആ ഭാവം എടുത്തു വരുന്നതും നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണു നിറയും. അങ്ങനെയാണ് അച്ഛൻ്റെ. അതായത് കറക്റ്റ് ഭാവം, ആ വാക്കിനുള്ള ആ ഭാവം മ്യൂസിക്കിലൂടെ എങ്ങനെയാ കൊണ്ടുവരുന്നത് എന്നുള്ളത് അത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെ. അതെ, വിരഹമാണെങ്കിലും പ്രണയമാണെങ്കിലും എല്ലാം അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഭാവം. ഉദാഹരണത്തിന്, എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ എന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഭാവത്തോടു കൂടി നമ്മൾ കേൾക്കുമ്പോൾ പ്രണയമില്ലാത്തവർക്ക് പോലും ഒന്ന് പ്രണയിക്കാൻ തോന്നിപ്പോവും. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വളരെ ഒരു ശരിയാണ്. എന്താ വെച്ചാൽ ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് വിദ്യാസാഗറാണ്. അതെ, ഗിരീഷ് പുത്തഞ്ചേരിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഗ്രാമഫോൺ എന്ന സിനിമ. അതെ. അപ്പോ ഈ ഒരു ലൈൻ നിങ്ങൾ പറഞ്ഞത്, ഇതില് നമ്മളത് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, ഈ ഒരു ഭാവം എന്നുള്ളത്. എന്താ വെച്ചാൽ വിദ്യാസാഗർ സാറ് മലയാളിയല്ല. അപ്പോ വരികൾക്ക് ഇന്ന ഭാവം കൊടുക്കണമെന്ന് പുള്ളിക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പുള്ളിക്ക് അറിയായിരിക്കും, പക്ഷെ അത് ഈ ഒരു ന്യൂവൻസോടെ കൊണ്ടുവരുന്നത് അതൊക്കെ അച്ഛൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. അതൊക്കെ വരികൾക്ക് ചേർന്ന ഭാവം മ്യൂസിക്കിലൂടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് അതൊരു ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തുവാണ് എനിക്ക്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോ പൊരിത്തരിച്ചു പോകും. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം മുകരാം ഞാൻ, മാസ്മര മധുരം മുകരാം ഞാൻ. പണിവള തിളങ്ങണ കയ്യാലെ വിരൽ നൊട്ടി വിളിക്കണതാരാണ്, പണിവള തിളങ്ങണ കയ്യാലെ വിരൽ നൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്. ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ, എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. അദ്ദേഹത്തിൽ നിന്നും താങ്കൾക്ക് ജീവിതത്തിൽ, സംഗീതത്തിൽ, കരിയറിലൊക്കെ ലഭിച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്? അച്ഛൻ്റെ ഡെഡിക്കേഷൻ, അച്ഛൻ്റെ മ്യൂസിക്കിനോടുള്ള ഡെഡിക്കേഷൻ, മ്യൂസിക്കിനോടുള്ള പാഷൻ, അത് കാണുമ്പോൾ നമ്മൾ ഇൻസ്പിറേഷനാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അച്ഛൻ്റെ ആ ഒരു പാട്ട് കേൾക്കുമ്പോഴും ഒരു പാട്ട് പാടുമ്പോഴും ആ ഒരു പാഷൻ, ആ ഭാവം എടുത്ത് പറയുന്നത്, അതൊക്കെ ഞങ്ങൾക്കൊരു പാഠമാണ് എപ്പോഴും. ആ ഒരു കാലഘട്ടങ്ങളിൽ അച്ഛൻ മറക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അച്ഛൻ്റെ അതൊക്കെ ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യാണ് ഇപ്പോൾ. ഇനി അത് വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്.
ഇതൊരു ട്രഷറായിരുന്നു, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ട്രഷറായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. തെല്ലുറങ്ങിയുണരുമ്പോഴൊക്കെയും നിന്തലോടലറിയുന്നു ഞാൻ. തെന്നൽ വന്നു കവിളിൽ തൊടുമ്പോഴ ചുംബനങ്ങളറിയുന്നു ഞാൻ. ഓമനേ ഓർമ്മകൾ അത്രമേൽ നിർമ്മലം, നിന്റെ സ്നേഹലയ മർമ്മരങ്ങൾ പോലും തരളം. ഏരിന്ദ്രജാല മൃദുമന്ദഹാസമെന്നേർക്കു നീട്ടിയലസം മറഞ്ഞു നീ. ഒന്നു കാണാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണമിനി എന്തു വേണമീ മൗനമേഘമലിയാൻ പ്രിയം വദേ. ഒന്നു തൊടാനുള്ളിൽ തീരാമോ. 2025 ജനുവരി 9 ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ, തലോടി ഉറക്കിയ ആ മഹാഗായകൻ വിടവാങ്ങി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു. അനശ്വര ഗാനങ്ങളുടെ 6 പതിറ്റാണ്ടുകൾ. എന്തിനെന്നറിയില്ല ഞാനെന്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാനെന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. ജയചന്ദ്രന്റെ ഭാവസാന്ദ്രമായ സ്വരം. ഓരോ നിമിഷവും ഓർമ്മയിൽ ആനന്ദ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഓരോ നിമിഷവും ഓർമ്മയിൽ ഗാനോത്സവം മദനോത്സവം, ഗാനോത്സവം മദനോത്സവം. വരികളിലൂടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ അത്രയും സംഗീതാസ്വാദകരെ ഇന്നും മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സസ്നേഹത്തിൽ ജയചന്ദ്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൻ ദിനനാഥ് ജയചന്ദ്രൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.